ഇന്ന് ഫാക്ടറിയിൽ ഒരു വിശേഷം ഉണ്ട് കേട്ടോ. ആരുടെയും ബർത്ത്ഡേ ഒന്നുമല്ല. അപ്പോൾ അതെന്താന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. അതിനു മുമ്പ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ കണ്ടിട്ട് വന്നാലോ. ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിച്ചത്. അതിനുശേഷം ഫാക്ടറിയിലൊക്കെ പോയി, പിന്നെ ഈവനിങ് ആയപ്പോൾ ഒരു ബാഗ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി. വേഗ സിറ്റി മാളിലാണ് ഞാൻ പോയത്. അതിനകത്ത് പല ബ്രാൻഡ് ഷോറൂമുകളിലും ഞാൻ കയറി ഇറങ്ങിയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു സാധനം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒഫീഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം, ഐപാഡും എല്ലാം വെക്കാൻ പറ്റുന്ന സിബുള്ള, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയെന്ന് പറയാൻ പറ്റൂല, അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗാണ് ഞാൻ നോക്കിയത്. ഭാഗ്യത്തിന് എന്റെ ഷോപ്പിംഗ് മൂഡ് പോകുന്നതിന് മുമ്പ് ലാവിയുടെ ഒരു അടിപൊളി ബാഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബ്ലാക്ക് കളറാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ബ്ലാക്ക് കളർ ബാഗ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്താണെങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ച് ബില്ലാക്കി പോന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് കോർട്ട് പോയിട്ടൊന്ന് ക്ഷീണം മാറ്റി. അതിനുശേഷം പുറത്ത് ഒരു മലയാളി റെസ്റ്റോറന്റിലാണ് കയറിയത്. അവിടുന്ന് നല്ല പുട്ടും ബീഫും കഴിച്ച്. റെസ്റ്റോറന്റ് പേര് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ മെയിൻ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഫാക്ടറിയിൽ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ബാച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേ ആണ്. ഇവരിവിടെ ബാംഗ്ലൂർ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരു 3 മാസമായിട്ട് ഫ്രീ ഇന്റേൺഷിപ്പിൽ നമ്മുടെ കമ്പനിയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഒരു പാർട്ടായിട്ട് ഇവർ മാറിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സീനിയർ ഡിസൈനേഴ്സ് ആണ്. ഇവരുടെ 3 മാസത്തെ ജേണി ഇവാലുവേറ്റ് ചെയ്ത് സീല് വെച്ച് റിപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളെ അസിസ്റ്റന്റ് ഡിസൈനറായിട്ട് നമ്മുടെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനിയും ഇന്റേൺഷിപ്പിനുള്ള കുട്ടികളെ കമ്പനിയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റോറി ലൂമിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലോ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.